ചിഞ്ചരിപ്പാണ്. എന്നാ ചെയ്യണ്ടെന്ന് തിരിയുന്നില്ല. എന്നിട്ട് ആരാത്? ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനി അടുത്ത വീട്ടിലൊരു വിശേഷം വരാൻ പോകുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാം. അത് അങ്ങനെ ആ ദിവസത്തിൻ്റെ തലേന്ന് അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊന്നും നമ്മൾ അത്യാവശ്യം അതിൻ്റെ വീട് കാര്യങ്ങളൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ അതാണ് ഇപ്പം വാവ നമ്മളെ വീട്ടിലേക്ക് ഇന്ന് വരുന്നുണ്ട്. ആദ്യമേ പറയാം, നൂലുകെട്ട് നമ്മളെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് നടത്തുന്നത്, അവളെ വീട്ടിലല്ല. നമ്മൾ കുറച്ചും കൂടി സൗകര്യവും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഇങ്ങോട്ടാക്കുന്നതാണ്, അല്ലാണ്ട് വേറെ പ്രശ്നം കൊണ്ടൊന്നും ആക്കുന്നതല്ല. കഴിഞ്ഞതിന് എൻ്റെത് ഇവിടുന്ന് തന്നെയാണല്ലോ ആക്കീനി. അപ്പോൾ അവളെ വീട്ടിൽ നിന്നല്ല ആക്കീനി. നമ്മളെ ഒരു എല്ലാവരെയും ഒരു സൗകര്യം നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ സാധാരണ അമ്മേൻ്റെ വീട്ടിൽ നിന്നാണ് നൂലുകെട്ട് ഉണ്ടാവുക. എല്ലാവരെയും നാട്ടിൽ അങ്ങനെ തന്നെ ആയിരിക്കും, ഇവിടെയും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ മൊത്തത്തിൽ എല്ലാവരെയും ഒരു സൗകര്യം നോക്കിയിട്ട് എല്ലാവർക്കും ഓക്കെ ആയതുകൊണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെയാണ് നൂലുകെട്ട് ആക്കുന്നത് ഇപ്രാവശ്യം. അപ്പോൾ അവർ അങ്ങനെയുള്ള സാഹചര്യം അവരെ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ കുട്ടിയും നമ്മളെ സുന്ദരിപ്പെണ്ണും രേഷു എല്ലാവരും കൂടിയിട്ട് ഇന്നിടെ എത്തും. ഇന്നെന്ന് പറയുന്നത് നൂലുകെട്ടിൻ്റെ തലേ ദിവസമാണ്. ഇത് തലേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. രേഷു ഭയങ്കര വൃത്തിയാക്കുന്ന പരിപാടി തിരക്കിലാണുള്ളത്. അപ്പം ബാക്കി എനിക്കും കൂടി കൂടണം. അതിലിടക്ക് നിങ്ങളോടൊന്ന് നമ്മൾ നാളത്തേക്കുള്ള ആ റെഡിയാവുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സായിജിയുടെ ഇല്ല, കൂട്ടാൻ പോയിട്ടാണ്. അവരിപ്പം വരും, ഈ വീഡിയോയിൽ തന്നെയാണ് അവർ വരുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തുടക്കുന്നല്ല, രേഷു നേരത്തെ തുടക്കുന്നുണ്ട്, രാവിലെ തുടങ്ങി. വീഡിയോ എടുക്കുമ്പോൾ തുടക്കുന്ന ഞാനാണ്. അങ്ങനെ തുടക്കുന്നതുകൊണ്ട് വീട് വൃത്തി ഇല്ലെങ്കിൽ ബാക്കി ആ ചീർപ്പെല്ലാം ബാക്കിൽ വെച്ചത് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്, തലക്ക് വെച്ചത് നല്ല. എല്ലാവരും ഒന്ന് കണ്ടോട്ട് വൃത്തിക്ക് നല്ല. ഇതേപോലെ നിങ്ങൾക്ക് വെക്കാനറിയാം, ഇതേപോലെ ബാക്കിൽ ഇങ്ങനെ ചീർപ്പ് വെക്കാനും കാര്യങ്ങളും എല്ലാവർക്കും അറിയുമോ എന്നുള്ളത്. അത് തുടക്കുന്നതന്നെ നിനക്ക് കിട്ടിയിട്ട് വെക്കാൻ സ്ഥലമില്ലായിട്ട് പോക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തലയിൽ കുത്തി വെച്ചാന്നാ പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള പരിപാടി ക്ലീനിങ് എല്ലാം അല്ലോ വീണല്ലോ. ഇതാ താഴേന്ന് വില്ലൻ പപ്പം വിളിക്കുന്നുണ്ട്. അമ്മ അടുക്കളയിൽ നിന്ന് ഒന്നും ചെയ്യുന്നില്ല, നോക്കട്ടെ എന്നാ ചെയ്യുന്നതെന്ന്. അമ്മയെടുത്തോ. ഇതെന്തോ തിന്നുകൊണ്ടിരിക്കലാണ് ഇവിടെ മെയിൻ പരിപാടിയൊക്കെ തന്നെ. എന്നാണ് ഇങ്ങനെ എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കുന്ന, ഇങ്ങനെ എന്തെങ്കിലും വൃത്തിയാക്കണം നിങ്ങൾക്ക്. അമ്പലത്തിൽ ലീവാ? ഗണപതി ഹോമത്തിന് പോയിട്ട് വന്നു നിങ്ങൾ? ഇന്നലെ പോകാത്തോണ്ട് ഇന്ന് പോയിട്ട് വന്നേന്നാ പറയുന്നത്. അപ്പോൾ ഏകദേശം എന്നാണ് സ്പെഷ്യൽ രേഷു? സ്പെഷ്യൽ ചിക്കൻ കറി, വറുത്തരച്ച ചിക്കൻ കറി. ഇതാ വറുത്തരക്കുന്നു. പിന്നെ എന്നിട്ടിപ്പം അവരവിടുന്ന് ഇപ്പം വിടുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിന് കേട്ടോ. സായിച്ചോള് ഇപ്പോൾ ഏകദേശം ഒരു 11:45 സമയം, 12 മണിക്കുള്ളിലായിട്ട് അവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം വിളിച്ചിന്. അപ്പോൾ അവർ എത്താൻ സമയം എടുക്കും, എന്തായാലും 2-3 മണിക്കൂർ എടുക്കും. കാരണം അന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ തന്നെ ഒരുപാട് സമയം എടുത്തില്ലേ. ഓളും കുട്ടികളായതുകൊണ്ട് ഇങ്ങനെ അധികം സ്പീഡിൽ അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. അപ്പം കുറച്ച് സമയം എടുക്കും എന്തായാലും. അതുകൊണ്ട് നമുക്ക് സമയമുണ്ട്. ക്ലീൻ ആയിക്കൊണ്ടിരിക്കലാണ്. ഞാൻ ക്ലീൻ ആക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അല്ലേ, ആക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇതാണ് മെയിൻ സാധനം നമ്മളെ. എന്നാ ചോട്ടെ ഇത് എന്താണ് ഫുള്ള് രാവിലെ തുടങ്ങിയതാണ് എൻ്റെ മോള്. സമയം ഇപ്പോൾ ഉച്ചയായി കേട്ടോ. ഞാൻ അതിലിടക്ക് ഫുള്ളായിട്ടൊന്നും കാണിച്ചിട്ടില്ല ക്ലീൻ ആക്കുന്നിന്നു. ഇതിൻ്റെ എല്ലാം മുകളിലെല്ലാം മണ്ണാവലായിട്ടുണ്ട്. ഇതിൽ വെള്ളം നനഞ്ഞിട്ടൊന്നുമില്ല, ഫാന് കൊടുക്കാനുണ്ട്. ഇനിയിപ്പോൾ കയ്യില്ല, സമയമില്ല അല്ലേ. ആ വെച്ചുവിട്ടെന്നാ പറയുന്നേ വെച്ചുവിട്ടാ ഓഫാക്കിയോ? എന്നാ ചിരിക്കറാ, ചിരിച്ചോണ്ടല്ലേ ആക്കണ്ടേ. പണിയെടുക്കുമ്പോൾ ചിരിച്ചോണ്ട് എടുക്കണം. ആ ഞാനെല്ലാം കാണില്ലേ പണിയെടുക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് എടുക്കുന്നത്. ചിരിക്കറാ കഴിഞ്ഞ ശരിക്കും ഇല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച തട്ടിയില്ല, അതുകൊണ്ട് അങ്ങനെ കുറേയൊന്നുമില്ല. ആ ഇല്ല, അതുകൊണ്ട് കാര്യമായിരുന്നില്ല. പിന്നെ മോൻ്റെ കൊടുത്തു കുറച്ച് ഉണ്ടാവും. പിന്നെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വരുത്തിന് മാത്രമല്ലേ സാർ ക്ലീനാക്കി എടുത്തിട്ടുള്ളൂ. ഈ വരുത്തിനേടിയോ വണ്ണാവിലാട്ടീര്. ആ ഈ പോർച്ചിന് നിനക്കാവൂലപ്പാ, പോർച്ചിന് നിനക്കാവൂലേ. അതാ
ആടേനെ എത്താൻ അത് ഇതുവരെ എത്തൂല ആ സാധനം. ഇപ്രാവശ്യമായിട്ട് മറ്റേ വാർപ്പിൻ്റെ മുകളിൽ കയറി വൃത്തിയാക്കിയില്ല കേട്ടാ. അത് ഫുള്ള് റബ്ബറിൻ്റെ ചപ്പ് കൊണ്ട് ഫുള്ള് ബ്ലോക്കാണ്. ഈ ഒരു ഏരിയയിലെല്ലാം പരമാവധി ഇറങ്ങൽ കുറവായതുകൊണ്ട് തന്നെ ഫുള്ള് വണ്ണാമല കേട്ടാ. നിങ്ങളെ നാട്ടിൽ വണ്ണാമല തന്നെയല്ലേ പറയാ? ഇങ്ങനെ വീടെല്ലാം കിടക്കുന്ന സാധനത്തിന് മാറാലാന്നും പറയുമായിരിക്കും അല്ലേ? നമ്മളിവിടെ വണ്ണാമലാന്ന് പറയും. ഫുള്ളായിട്ട് ഇതെല്ലാം ഞാൻ ഇപ്പോൾ വൃത്തിയാക്കിയത് നിങ്ങളെ കാണിക്കാൻ മടിച്ചിട്ട് കേട്ടാ. അത്രക്ക് ഉണ്ടായിരുന്നു, ഇറങ്ങലില്ല ഈ ഭാഗത്തൊന്നും. എല്ലാ പണിയും എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ട് എന്നെ വിളിക്കവരെ ചെയ്യാണ്ട് ചോറ് തിന്നാണ്ട. ശരിക്കും വിളിച്ചുകൂടി നിങ്ങൾക്ക് ആരെങ്കിലും എന്നാൽ അങ്ങനെയല്ലേ? ഞാനും പാവം, എനിക്ക് വിശക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകുന്നില്ല എൻ്റെ ഒരു അവസ്ഥ. കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണ് കഴിച്ചു യേശു, അതിന് ശേഷം ഒറ്റക്കിരുന്ന് നമ്മളെ ചിക്കൻ കറിയും കൂടിയിട്ട് അയ്യോ ക്ഷീണിതനായി ഞാൻ. പണിയെടുത്തില്ല. അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഇപ്പം വിളിച്ചതിനും. അവർ ഓൺ ദ വേ ആണ്. ഒരു മണിക്കൂറും കൂടി എടുക്കും, 1 മണിക്കൂറിനുള്ളിലെത്തും. അപ്പോൾ രേശുവിനെ കൂട്ടിക്കൊണ്ടിരുന്ന ചടങ്ങൊന്നുമല്ല കേട്ടോ ഇത്. പക്ഷേ ആദ്യമായിട്ട് നമ്മൾ കുഞ്ഞിപ്പണ്ടൽ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇത് ആ ഒരു രീതിയിലല്ലേ, വീട്ടിലല്ലേ ഒരു വിളക്കെല്ലാം വെച്ച് അങ്ങനെയെല്ലാം ആക്കിയിട്ട് നമ്മൾ കയറണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു കയറണം എന്നൊക്കെ ശരിക്കും കൂട്ടിക്കൊണ്ടിരുന്ന ചടങ്ങല്ല ഇന്ന്. പക്ഷേ ആദ്യമായിട്ട് വരുന്നതിൻ്റെ ഒരു ചെറിയൊരു ആ ഒരു സംഭവമുണ്ട്. കൂട്ടിക്കൊണ്ടല്ല തന്നെ ആ സംഭവം അല്ലേ. പക്ഷേ കൂട്ടിക്കൊണ്ടിട്ട് പരിപാടി കഴിഞ്ഞിട്ട് പോകും. എന്നിട്ട് പിന്നെ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കും. എന്നാ തോന്നുന്നു വെച്ചോട്ടാൻ കരച്ചിട്ട് നീ എന്നാ തോന്നുന്നു? ഏകദേശം അങ്ങനെ രാവിലെ തുടങ്ങിയ പണിയാണ്. അതിൻ്റെ വൈകുന്നേരമായി. നീ എന്നാ എടുത്തിരുന്ന്? ഒരു സംഭവം ഇന്ന് എടുത്തില്ല. എന്നെ കാണുന്നത് നിങ്ങൾ വേർത്ത് കുളിച്ചിട്ട് വെറുതെ. ഇനിയിപ്പോൾ ഇതാ കാണുന്നില്ല മോൾ. ഇതാ ഇങ്ങനെയല്ലേ പറയാ, നെഞ്ചപ്പുറത്ത് കാണിച്ചാലും ചെമ്പെത്തിപ്പോന്ന് പറയുന്നവരെ നടുക്കായിപ്പോയി എൻ്റെ ജീവിതം അല്ലേ ചൂട്ടാ. ഒരു ചൂട്ടിനണ്ട സ്നേഹം കൊണ്ട് ഉമ്മേനെ തരും, ചോദിക്കുമ്പോൾ തരും. ഇനി ഇത് ഈ ഒരു സാധനം കണ്ട നിങ്ങൾ, ഇതെന്നാണ് ഇതിൻ്റെ അവസ്ഥ. ഇത് ഒരു ഷൂ റാക്കാന്ന് വിചാരിച്ചിട്ട് ഇതൊരു മാതിരി റാക്കായി മാറിയിരുന്നു. നിന്റെ അത്ര ചെരുപ്പുണ്ട് ഇതിനകത്ത്, നമ്മളൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ അടക്കേ. ഇതെല്ലാം ഇതിലോടുത്ത നിന്റെ ഇതായിരുന്നാ? ഇതെന്നാന്ന്? നീ ആരാന്ന്? നീ രശ്മനല്ലേ? ഏതാ അല്ലെന്നാന്ന്? ഇതാ കൊട. ഇതെന്ത് റാക്കാന്ന്? ഇത് ഷൂ റാക്കാന്നോ കൊട റാക്കാന്നോ? അടിപൊളി. ആ കൊട. ഇനി എന്തെല്ലാം കിട്ടൂ? ഇത് നിങ്ങളെ വെച്ചല്ലേ? ഇത് കാറിന്റെയാണ്, ഇത് നിങ്ങളെ വെച്ചതാണ്. ഓക്കെ, അത് ആവശ്യമുള്ളതുകൊണ്ടാണ് വെച്ചത്. ഇതൊക്കെ ഉപയോഗിക്കാതെ കുറെ ഷൂ ഉണ്ട്. ഇതൊന്നും പിന്നെ കൊല്ലത്തിൽ 2 തവണ ഒരുക്കി ഉപയോഗിക്കുക. ഇനി ഇതെല്ലാം ആരാ അടുക്കി പെറുക്കി വെക്കുക? ഇവിടെ നാളെ എത്ര ആൾക്കാർ വരുന്ന? അങ്ങനെ ഏറെക്കുറെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ആകുന്ന പോലെയല്ലോ പഴയതും ഇതെല്ലാം. എന്നാ ഓ അങ്ങനെ വണ്ടി വരുന്ന മോനെ നമ്മുടെ വാവാ. മേമിയാ ഓർത്തു? മേമ ഏതുണ്ടാ? ഇയാൾക്ക് ഒരു തിരക്കുമില്ല. അങ്ങനെ മേമയും പിന്നാരാ ഉള്ളേ? ഷായി മേമ പിന്നെയോ? എടാ വണ്ടി വരുന്ന ഇങ്ങത്താരായി. അങ്ങനെ നമ്മുടെ ചുന്തരി പെണ്ണിപ്പം വീട്ടിലേക്ക് കയറോ? ഓ ഇയാൾക്ക് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അവിടെ ഇതൊന്നും അകത്ത് ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ. രേഷ്മക്ക് വേണ്ടിയിട്ടല്ല, കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ആ കുറച്ചും കൂടെ ഞാനൊന്ന് കൈ ഇതെല്ലാം കഴിയട്ടെ. ഫുള്ള് മണ്ണായിട്ടാണ്. ഒരു മിനിറ്റ് ഇത് പിടിച്ചാ എടുക്കാം. ഞാൻ എടുക്കാൻ പറഞ്ഞ ചിഞ്ചരിപ്പടേ ഈ ഏടി എത്തിയേ സുഖല്ലേ? ഇച്ചിട്ട് അതാരാ വന്നേ? ഇച്ചിട്ട് ആരാ വന്നേ? ആരാ പറയിച്ചൂട്ടാ?
ഒരു അൻവി പോയി എനിക്ക് വാന്നിട്ട് എനിക്ക് കാണും ഇടാവേന വിമാനാക്കുന്നു കൊടുത്തേ വഞ്ചിയാ അങ്ങനെ നമ്മളെ സുന്ദരി പെണ്ണെ നിന്നെയല്ല കേട്ടാ ഇതാ വീട്ടിലേക്ക് കയറാൻ പോക്കാത് അച്ഛൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുമ്പം വിളക്കെല്ലാം കത്തിക്കണം. ഇനി അവിടെ പോയി ഇരിക്കും. നീ ആദ്യമായിട്ടാ വരുന്ന ഇങ്ങോട്ട്? അത് മതിയപ്പാ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ചിന്താടി അരി അരി മേത്ത് പേരിനെ ആക്കാവേ. മേത്തുനിന്ന് ബായിൽ നായി പോലെ, മൂക്കിലും ബായിൽ നായി പോലെ. എച്ചോട്ടിന് അരി ഇരിക്കുന്നുണ്ടാ? വേണ്ട, അച്ഛനെ വെള്ളിച്ചേ വല്യമ്മ അരിയൊന്നിരിക്കും. നോക്കണേ, അരി വായിലൊന്നാവില്ല. നീ നോക്ക്, എൻ്റെ തലയിലുണ്ട്. വാങ്ങുമ്പോൾ നോക്കണേ, വായിലാവറ്. അൻവി അവനെ തൊട്ടാ, നല്ല തൊട്ടാ വായന. എച്ചൂന് എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല കേട്ടാ. എച്ചൂട്ട് വാവ കണ്ടേരേ എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. എച്ചൂട്ട് ആരാത്? വാവിയാ? എച്ചൂട്ടൻ ഇപ്പം ഭയങ്കര അപ്പോ എനിക്ക് കയ്യില. അൻവിക്ക് നേരെ തിരിച്ചിട്ടാ. അൻവിക്ക് ഫുള്ള് നാണോ ഇതെല്ലാം. എച്ചൂട്ടിന് വാവനെ കണ്ടേരം എന്നാ ചെയ്യേണ്ടതില്ല. എച്ചൂട്ടാ, എച്ചൂട്ട് ആരാത്? ആരാ ഭാവിയാത്? എച്ചുവിന്റെ ഭാവിയാ? ആരാ ഭാവിയാന്ന്? എച്ചു ഭാവിയാ പോലും. നീയും ഏട്ടനാന്ന്, നീയും ഏട്ടയാന്ന് ഇപ്പോ. അതറിയില്ല. വാവേന്റെ ഏട്ട കൊടുത്തു. പിന്നെ വേറെ ഏട്ടനോ? എടാ എൻ്റെ മോനെ അച്ഛൻ പീക്ക് ഏട്ടാ. ഇന്നലെ വരെ ബിസ്ക്കറ്റും കിൻഡർ ജോയും തിന്ന് നടന്നോനാ. നോക്കിയാ എടാ, എന്താണ് ഇത്? ശരിക്കൊരു അല്ല, എല്ലാവരും നിന്നെ ഭയങ്കരമായിട്ട് പറയും കേട്ടാ, നല്ല അച്ഛനല്ലോ. അയ്യേ, അത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം എടുത്തതെന്ന് തോന്നുന്നു. സംഭവം ഇത് അത്രയൊന്നും എടുക്കാനില്ല, പക്ഷെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എടുത്തതെന്ന് തോന്നുന്നു. മല്ല അയ്യോ, യച്ചുവിനിങ്ങനെ എന്താ ചെയ്യേണ്ടത്? എടി തൊട്ടെ, തൊട്ടിട്ടുള്ള സ്നേഹം വേണ്ട കേട്ടാ. എനിക്ക് നിന്റെ തൊടല് പേടിയാന്ന്. അറിയലും ചെയ്യാം എന്നാലും അല്ലേ. അയ്യോ അവന് തൊടാനും നുള്ളാനും എല്ലാം തോന്നുന്നുണ്ട്. എന്നാ വരുന്നു ആന്ന് എടാ. എന്നാലും ഏമേനെയോ മൈൻഡ് ആക്കണം. എനിക്ക് വാവേനൊന്നും മൈൻഡ് ആയിക്കൂടെ എനിക്ക്. എടാ, ആ റോക്കറ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് എച്ചൂട്ടൻ. പക്ഷെ വരുന്ന ആളാരാന്നറിയാം? സൂപ്പർമാൻ ബിനു ആപ്പേ. അപ്പോൾ വണ്ടി നമ്മളെ കുറച്ച് കസേരയും ടേബിളും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നുണ്ട്. ഇവർ വീട്ടിലെത്തി. അതിൻ്റെ വേഗത്തിൽ തന്നെ കസേരയും സാധനങ്ങളും എത്തി. മൊത്തം തിരക്കന്നെ ഇന്നത്തെ ദിവസം. എന്നാ പറയണ്ടേ, എല്ലാം തിരക്കന്നെ. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കണം. അങ്ങനെ കുറച്ച് സമയം കൂടി നമ്മളെടുത്തുള്ളൂ. ഇനി കുറച്ചും കൂടി എനിക്ക് പണിയുണ്ട്. പുറത്തും കൂടി ഒന്ന്. ഇന്നലെ ഞാൻ മാക്സിമം എല്ലാം മിറ്റെല്ലാം ഭയങ്കര വഴുക്കായിരുന്നു, ക്ലീനാക്കി. സത്യല്ലേ, ഇത് ബേബി പോയി എന്നുള്ള പറഞ്ഞിട്ട് അന്ന് കറക്റ്റ്
അന്നത്തെ പൊസിഷനിൽ കറക്റ്റ് എല്ലാവരും പറഞ്ഞത് കൂട്ടത്തില് ഗേളായിരുന്നു കൂടുതല്. കഴിഞ്ഞ നേരം ജീന ബാക്കിയുള്ളതെല്ലാം എടുത്ത് കറക്റ്റ് അങ്ങോട്ട് ചോദിച്ചു. അങ്ങനെയായത് അങ്ങനെയായത് അന്നത്തെ കൗണ്ടില് ആ ശരിയാട്ടോ, അന്നത്തെ കൗണ്ടില് ഗേളായിരുന്നു പറഞ്ഞത്. അത് ഏതായാലും അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. ഇനി ബാക്കി നോക്കാം. പങ്കിൽ ഇത് ബാലൻസ് വന്ന സാധനം ഇളയമേൻ്റെ വക. അപ്പോൾ ഷീറ്റും സാധനങ്ങളൊന്നും ഇറക്കി നോക്കട്ടെ. ഓർണ കയറ്റി നമ്മൾ സാധനം ഇറക്കട്ടെ എന്നാ പിന്നെ. വൃത്തി കേട്ടറാ ഗ്യാപ്പുണ്ടാവരട്ടാ. എല്ലാം പൊത്തി ചാടിയാലോ മാവല്ലോ. ഓടാ അടിച്ചു വരാൻ പിന്നെ ഇല വേണ്ടേ മുറ്റത്ത്? ഇവർക്കൊരു എന്റർടൈൻമെന്റ് അല്ലേ? അതിൻ്റെ ഉള്ളിലോട്ട് എടുക്കണം അല്ലേ? എങ്ങനെയല്ലോ ലാസ്റ്റ് ഷീറ്റ് വലിച്ച് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഇനി ബാക്കി രാവിലെ ആകുമ്പോൾ നമ്മളെ പരിപാടി ഇപ്പോൾ രാത്രിക്കിന് കുറച്ചും കൂടി ലേറ്റായിട്ടാകുമ്പോൾ നമ്മളെ ചെറിയ രീതിയിൽ ഒരു ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. അതിന് നമ്മളെ ടമാര ഇവൻസിൻ്റെ ടീമിൽ കൊത്തും. രാത്രി അവർ വന്നിട്ട് സെറ്റാക്കും. ബാക്കിയെല്ലാം ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ഇത്രയേ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഒരുക്കങ്ങൾ നമ്മൾ തുടങ്ങി. ഇനി നാളെ എങ്ങനെയെങ്കിലും ആ ഒരു പേര് വിളിക്കണം. പേരെന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനക്കും അറിയില്ല, ആർക്കും അറിയില്ല. നമ്മളോട് ആരോടും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ കുറേ വട്ടം ചോദിച്ച് പേര് പറയൂല, സർപ്രൈസാണെന്നാണ് പറയുന്നത്. ഒന്നുമില്ല. ഓക്കെ, എന്തായാലും അങ്ങനെയാണെങ്കിൽ സ്വന്തം വെല്ലിച്ചൻ അറിയിക്കാണ്ട് അങ്ങനെ അത്രയും വലിയ സർപ്രൈസ് ഓൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാരമില്ല. എന്തായാലും ഞാനും നിങ്ങളെപ്പോലെ തന്നെ ആ പേര് കേൾക്കാൻ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ നിൽക്കലാണ്. അപ്പം ഞാനും നാളെ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെ കൂട്ടത്തിൽ ഞാനും അറിയും ആ പേരെന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിട്ട് അങ്ങനെ നാളെ ആ പേര് കേൾക്കാം അല്ലേ? അടുത്ത വീഡിയോയിൽ ആ പേര് കേൾക്കാം. ഇവനും എല്ലാവരും നാളെ പോയിട്ടോട്ടെ. അവൻ്റെ പേര് നാളെ അറിയൂ. ഓക്കെ, ഓക്കെ എന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരോടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത നമ്മളെ മെയിൻ വീഡിയോ ആണ്. അപ്പം ഓക്കെ. നീ പറഞ്ഞ പോക്കറ്റിലെല്ലാം കൈയിട്ടിട്ട് ആരാന്ന്